തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിശോധന നടത്തുകയാണ്. അതിക്രമമുണ്ടായ മില്ലിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഉമേഷ്, ഈ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നും. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ആ റിപ്പോർട്ട് കാണുമ്പോൾ. ഈ മില്ലുടമ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇപ്പോഴവിടെ എന്ത് പരിശോധനയാണ് കോർപ്പറേഷൻ നടത്തുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിനേക്കാൾ ഒരുപക്ഷെ ദയനീയ ഒരു അവസ്ഥ കാണിക്കാൻ കൂടി വേണ്ടിയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് മില്ലിൽ, അതായത് ഈ നമ്മുടെ ഫുഡ് പ്രോഡക്റ്റുകളെല്ലാം, അതായത് ഇൻസ്റ്റന്റ് ഇഡ്ഡലി മാവ്, ഇൻസ്റ്റന്റ് അപ്പം മാവ് തുടങ്ങിയവയെല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മറ്റ് പുറത്തു നിന്നുള്ള പൊടിക്കാനുള്ള സാധനങ്ങളല്ല എടുക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഇൻസ്റ്റന്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഈ മൂക്ക് പൊത്താതെ ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എല്ലാ സാധനങ്ങളും, എല്ലാ വസ്തുക്കളും. അല്ല ഉമേഷ്, ഒരു കാര്യം, ആ ബ്രാൻഡ് ഒന്ന് കാണിക്കുമോ? ഏതാ പേരെന്ന് മനസ്സിലാക്കാനാണ്. അത് നമ്മുടെ വിപണിയിൽ കിട്ടുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഏതാ ബ്രാൻഡ് കൂടി ഒന്ന് കാണിക്കുമോ? തീർച്ചയായും വിജയകുമാർ, ഇതാണ് പൗർണമി ആട്ടി അപ്പം മാവ് എന്ന രീതിയിൽ ഹോംലി ആൻഡ് ടേസ്റ്റി, പ്യൂർ ഹോംലി ആൻഡ് ടേസ്റ്റ്ലി എന്നാണ് ഇതിന്റെ ഒരു തലവാചകം തന്നെ. 900 ഗ്രാം 52 രൂപ. വളരെ പാക്ക് ചെയ്ത്, വളരെ നല്ല പാക്കിംഗ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ പോലും നമുക്ക് മൂക്ക് പൊത്താതെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എല്ലാം, അതായത് പൂർണ്ണമായി ഈ മാവ് ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായി ചീഞ്ഞ് അളിഞ്ഞ് സ്മെല്ല് എടുത്ത് ഈച്ചയെല്ലാം അരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് കഴിഞ്ഞ 1.5 വർഷമായി ആ മനുഷ്യനെ ക്രൂരമായി പീഡിപ്പിച്ച് ഇവിടെ ഇട്ട് മർദ്ദിച്ച് അദ്ദേഹം ശരീരത്തിൽ നിന്നുള്ള മുറിവുകൾ പൂർണ്ണമായി വ്രണത്തിൽ നിന്ന് പഴുപ്പ് പുറത്തേക്ക് ചാടുന്ന അവസ്ഥയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് സംഭവിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം ചോദിച്ചപ്പോൾ ഇതിന്റെ ഉടമ, ഇതാണ് ഇതിന്റെ യഥാർത്ഥ ഉടമയല്ല, ഇദ്ദേഹമാണ് ഇപ്പോൾ ഇതിന്റെ നടത്തിപ്പുകാരും. ഇദ്ദേഹം ഈ മൺവെട്ടി എടുത്ത്, ഇതാണ് മൺവെട്ടി ഇവിടെ ഇരിപ്പുണ്ട്, ഈ മൺവെട്ടി എടുത്ത് ഇയാളുടെ കൈയിലേക്ക് അടിക്കുകയാണുണ്ടായത്. ഈ കൈയിൽ അടി കിട്ടിയതോടുകൂടി ഇയാളുടെ കൈയുടെ എല്ലുകൾ ഒടിയുകയും ഇയാൾ പുറത്തേക്ക് ഓടുകയും ചെയ്തു. പുറത്തെത്തി തൊട്ടടുത്ത കടക്കാരന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു വസ്തുത അല്ലെങ്കിൽ ഒരു ഭീകരത അദ്ദേഹം മനസ്സിലാക്കുന്നത്. അതുവരെ ഇദ്ദേഹത്തെ പുറത്ത് ഇറക്കാത്ത അവസ്ഥയിൽ ഇവിടെ പൂർണ്ണമായി അടച്ചിട്ട നിലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മറ്റൊരാളുമായും ഇദ്ദേഹത്തിന് കോൺടാക്ട് ഇല്ല. കാരണം പുറത്തുനിന്ന് ഒരാളും വന്ന് ഇവിടെ പൊടിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ ആട്ടാനോ ഒന്നും വരില്ല. ഇതെല്ലാം ഇൻസ്റ്റന്റ് പാക്കറ്റാണ്. പാക്കറ്റ് പുറത്തേക്ക് കൊണ്ടുപോയി വിൽക്കാനുള്ള ഒരൊറ്റ പ്രോഡക്റ്റ് മാത്രമാണ്. ആ രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചു പോന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിനകത്തേക്ക് കയറുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകുന്ന പ്രോഡക്റ്റുകളാണല്ലോ നമ്മൾ ഈ പാക്കറ്റിന്റെ സൗന്ദര്യം കണ്ട് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് അത്രയും ഒരുപക്ഷെ നമുക്കും ആ ഒരു ഭയാനകമായ സാഹചര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ചേട്ടാ, നിങ്ങൾ കോർപ്പറേഷനിൽ നിന്നാണോ വന്നത്? നിങ്ങൾക്ക് ഇതിന് ലൈസൻസ് ഉണ്ടായിരുന്നു? ലൈസൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് പോട്ടേണ്ട ഗതിന്ന് വരും. വിജയകുമാർ, വളരെ ദയനീയമായ അവസ്ഥയാണ് നാട്ടുകാരുടെ. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എന്താ അറിയാവുന്നത്? ഇത് വളരെ മൃഗീയമായി മർദ്ദിച്ച് ആ തൊഴിലാളിയെ വളരെ ഹീനമായ രീതിയിൽ മർദ്ദിച്ച് ജോലി പിടിപ്പിക്കുകയായിരുന്നു. അവന് ആഹാരം പോലും ശരിക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അറിവ്. അപ്പോൾ ഇപ്പോഴതിന്റെ ലേറ്റസ്റ്റ് ആദ്യമായിട്ടല്ലേ ഇതിനകത്ത് കയറുന്ന അവസ്ഥയെല്ലാം കാണുന്നത്? ഇപ്പോഴാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്. നെയ്ബറായിട്ട് പോലും ഇതിനകത്ത് കയറത്ത് അവർ എപ്പോഴും പൂട്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, അതുകൊണ്ട് നമുക്ക് അത് കയറാനൊക്കത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇന്നലെയാണ് ഇത് ഇത്രയും വഷളായി. ഇതിനു മുമ്പും വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്ന സൗണ്ടൊക്കെ ഞങ്ങൾക്ക് വിളി കേൾക്കുമ്പോഴത്തെ വിളിച്ച് ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ അവസ്ഥ വരും, അതുകൊണ്ട് ദയവ് ചെയ്ത് ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് പുറകുവശത്തെ ആ കാണുന്ന കഥകൾ അവർ അടച്ചിട്ട് ഞങ്ങൾ കാണാത്തതൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നലെ ദൈവത്താൽ സംഭവിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇത് അവനെ മരണപ്പെട്ടു പോയേനെ. തീർച്ചയായും വിജയകുമാർ, ഒരുപക്ഷെ നമ്മൾ ആദ്യം വിജയകുമാർ പറഞ്ഞതുപോലെ ഇങ്ങനെയെല്ലാം കേരളത്തിൽ നടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ നമുക്കും സംശയമുണ്ടായിരുന്നു. പക്ഷെ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ അത് അത്രത്തോളം ദയനീയമായി പറഞ്ഞു. പക്ഷെ ഇവിടെ എത്തി കണ്ടപ്പോൾ അത്രയും ക്രൂരമായി ഭക്ഷ്യവസ്തുക്കൾ വിൽക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അതിലും ക്രൂരമായി മനുഷ്യന്മാരെ തല്ലിക്കൊല്ലാൻ തയ്യാറാകുന്ന മനുഷ്യന്മാർ ഉണ്ടാകും. അതാണ് അവസ്ഥ. അത്രത്തോളം ഭയാനകമായ അവസ്ഥയാണ്. പൗർണമി എന്നൊരു ബ്രാൻഡ് അത് പാക്ക് ചെയ്ത് അതിൽ ഈ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണിയിലെത്തുന്നു. അതിന് ലൈസൻസ് ഇല്ല, അതിന് ഏതെങ്കിലും തരത്തിൽ കോർപ്പറേഷന്റെ ഒന്നും അനുവാദമില്ല, രേഖകളൊന്നുമില്ല. അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇത് ഉണ്ടാക്കുന്നു. അതിക്രൂരമായി തൊഴിലാളിയെ പീഡിപ്പിക്കുന്നു, കൊല്ലാക്കൊല ചെയ്യുന്നു, മൃതപ്രായനാക്കുന്നു. എന്തുകൊണ്ട് ഇതുവരെ ഒരു പരിശോധനയും നടന്നില്ല, ഈ ബ്രാൻഡിനെ പറ്റി ഒരു അന്വേഷണവും നടന്നില്ല എന്ന് സ്വാഭാവികമായ ഒരു സംശയം നമുക്കുണ്ടാകില്ലേ? എന്താണ് കോർപ്പറേഷൻ അധികൃതർക്ക്, ഉദ്യോഗസ്ഥർക്ക് പറയാനുള്ളത്?
ആ കോർപ്പറേഷനിലെ സാധാരണ ഒരുപക്ഷെ താഴെ ലെവലിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ ഇതിൽ കോർപ്പറേഷൻ ലൈസൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ എല്ലാം വിൽക്കാൻ വേണ്ടി ഒരുപക്ഷെ ഇന്നലെയും ഇന്നും എല്ലാം വിപണിയിൽ എത്താൻ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു മാവും ആട്ടിയ മാവും എല്ലാം ഇവിടെയുണ്ട്. ഈ രീതിയിൽ ഈ ഒരുപക്ഷെ ഇന്നലെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഈ മാവും ഈ ആളുകൾ വാങ്ങി അത് വീട്ടിൽ കൊണ്ടുപോയി അപ്പവും ഈ പുട്ടും ഇഡലിയും എല്ലാം ഉണ്ടാക്കി കഴിക്കേണ്ടതായിരുന്നു. എന്തായാലും ഈ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് അകത്തുനിന്ന് കൊണ്ടുപോയി കളയുന്ന ആ ഒരു ചാക്കിന്റെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. അതിനകത്തെല്ലാം ഉപയോഗിച്ചിരുന്ന, അതിനകത്തെല്ലാം ഇട്ടിരുന്ന ഒരു അവസ്ഥ എത്രത്തോളമായിരുന്നുവെന്ന്. ഈ തൊട്ടടുത്ത് തന്നെ ഈ മലിനജലം, കാരണം ഈ ഭാഗത്ത് നിൽക്കാൻ കഴിയുന്നില്ല വിജയകുമാർ. ഈ പൂർണ്ണമായി ഭീകരമായ ചീഞ്ഞളിഞ്ഞ സ്മെല്ലാണ് ഇവിടെ ഉള്ളത്. അത്രത്തോളം ഭീകരമായ രൂക്ഷഗന്ധത്തിന് നടുവിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇതിൽ ഈ നാട്ടുകാർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്ന സാഹചര്യമായിരുന്നില്ല. പൂർണ്ണമായി ക്ലോസ് ചെയ്ത ചേട്ടാ ഇവിടെ അടുത്തുള്ളത് തന്നെയാണോ? അടുത്തുള്ളതാണ്. എന്താ ഇന്നലെ സംഭവിച്ചത്? ഉണ്ടായിരുന്നു ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭക്ഷണം ചോദിച്ചതിന്റെ പേരിൽ അവനെ അടിക്കുകയും അവനെ ക്രൂരമായി, കാലാകാലങ്ങൾ കൊണ്ട് അവനെ ക്രൂരമായി, അതിക്രൂരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇറങ്ങി ഓടുകയായിരുന്നല്ലേ? ആ പുള്ളിയോടെ തുടങ്ങി ഓടുകയായിരുന്നു. മേളത്തെ കടയിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ കൈ കണ്ടപ്പോഴത്തേക്ക് ഈ പുള്ളി ഓട്ടോ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നതും കടക്കാരൻ വിട്ടില്ല. ഇവനെ പിടിച്ചു നിർത്തി നാട്ടുകാരെ വിളിച്ചു വരുത്തി പോലീസിലെ വിളിച്ചു. അതിനുശേഷം നമ്മാട്ടിയിട്ടൊക്കെയാണ് വെട്ടിയതെന്നാണ് ഞങ്ങൾ കണ്ടു. ബാക്ക് മുഴുവൻ ഈ ചട്ടുകം വെച്ച് പൊള്ളിച്ചതായിരിക്കാം എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ കെട്ടിയിട്ട് പിന്നെ വായിൽ തുണിയും കുത്തി ഇറക്കി, അങ്ങനെയാണ് ഇവനെ അതിക്രൂരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ, അതായത് മർദ്ദനമേറ്റ മനുഷ്യന്റെ ദൃശ്യങ്ങൾ പൂർണ്ണമായി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ കഴിയില്ല. കാരണം അത് അത്രത്തോളം ക്രൂരമാണ്. ഈ രണ്ട് വലിയ വിഷയങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒന്ന്, ഒരു അടിമയേക്കാൾ ക്രൂരമായി, നമ്മൾ അത്രത്തോളം ക്രൂരമായി ഒരു മനുഷ്യനെ ശമ്പളം നൽകാതെ ഭക്ഷണം പോലും ചോദിച്ചാൽ മർദ്ദിച്ച് മാത്രം നൽകിയിരുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇവിടെ നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടി ഇറങ്ങി പുറത്തേക്ക് റോഡിലേക്ക് ഓടുകയായിരുന്നു. കാരണം കയ്യിൽ ഈ മൺവെട്ടി ഉപയോഗിച്ച് വെട്ടുന്ന സാഹചര്യമുണ്ടായി. വെട്ടിയപ്പോൾ തന്നെ കൈയുടെ ഒരു ഭാഗം ഈ എല്ലെല്ലാം പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിന് വേദന സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടി. തെങ്കാശി സ്വദേശിയായ ബാലകൃഷ്ണനാണ് ആള്. അദ്ദേഹം ഇവിടെ നിന്ന് ഇറങ്ങി ഓടി തൊട്ടടുത്ത കടയിലേക്ക് എത്തി. ആ കടയിലെ ജീവനക്കാരുടെ സംയോജിതമായ ഇടപെടലാണ് ഈ വിഷയം പുറത്തറിയാൻ തന്നെ കാരണം. കടയിലേക്ക് എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഈ പ്രതി നേരെ താൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ഈ കടക്കാരുമായി തർക്കമെല്ലാം ഉണ്ടായി. പക്ഷേ ആ ഒരു കടക്കാർ വിട്ടില്ല, ഈ നാട്ടുകാരും വിട്ടില്ല. അങ്ങനെ പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് പോലീസിനെ അറിയിച്ചു. പോലീസ് തന്നെയാണ് ആംബുലൻസ് വിളിക്കുകയും ആംബുലൻസ് എത്തി രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. കാരണം എന്തായാലും ഭക്ഷണം, ഈ ബ്രാൻഡ് കൂടി ഓർമ്മിച്ചു വെക്കുക, പൗർണമി എന്ന ബ്രാൻഡ്. ഈ ബ്രാൻഡ് അതാണ് തിരുവനന്തപുരത്തുള്ള പ്രേക്ഷകർ ആ ബ്രാൻഡ് ഓർത്തു വെച്ചോളുക. പേര് പൗർണമി എന്നാണ്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണും. ആ പരിസരത്ത് കൂടി പോലും പോയേക്കരുത് എന്നത് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, അതിക്രൂരമായ ഒരു തൊഴിലാളിയെ പീഡിപ്പിച്ച് അയാളെ മൃതപ്രായനാക്കി ഭക്ഷണം കൊടുക്കാതെ കൊല്ലാക്കൊല ചെയ്തുണ്ടാക്കിയതാണ്. മറ്റൊന്ന്, അങ്ങേയറ്റം വൃത്തിഹീനമായ സാഹചര്യത്തിൽ അത് ഇനിയും അതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ, ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ പരിസരത്ത് കൂടി പോലും നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ബ്രാൻഡിന്റെ അടുത്തുകൂടെ പോലും പോയേക്കരുത് എന്നുകൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. ഏതായാലും ഈ ഉടമ തുഷാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിയമപരമായി പോലീസ് ആ കാര്യങ്ങൾ നോക്കട്ടെ. തൊഴിലാളി പാവപ്പെട്ട മനുഷ്യൻ, അയാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.